ഗ്രാമസ്നേഹി ന്യൂസ് റിപ്പോർട്ടിൻ്റെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ പോവുകയാണ്. VS ഇഫക്ട്സിനെ കുറിച്ചാണ് നമ്മൾ ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കുകയാണ് എന്ന VS ഇഫക്ട്സിനെ കുറിച്ച്, VS പ്രതിഭാസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആലപ്പുഴയുടെ മണ്ണിൽ നിരവധി തവണ പരാജയപ്പെട്ടിട്ടുള്ള, പരാജയത്തിൻ്റെ രുചി അറിഞ്ഞിട്ടുള്ള, പരാജയപ്പെടുത്തുന്നവരുടെ ശാപം കിട്ടിയ ആലപ്പുഴ ജില്ലയിൽ VS ഒരു പ്രതിഭാസം തന്നെയാണ്. VSനെ നയിച്ചത് വർഗബോധമായിരുന്നു. വർഗ നിലപാടിൽ മുറുകെ പിടിച്ച് അന്യവർഗ നിലപാടുകൾക്കും തെറ്റായ ആശയഗതികൾക്കും നേരെ സമരം ചെയ്യുകയായിരുന്നു VS. ശരിയായ പാതയിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയെന്ന കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വേണ്ടിയാണ് VS ജീവിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള സമരം തന്നെയാണ് VSൻ്റെ ജീവിതവും. VS അച്യുതാനന്ദൻ എഴുതിയ വരികളാണ് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത്. ജൂലൈ 21 തിങ്കളാഴ്ച അന്തരിച്ച ആ ജനകീയ നേതാവിൻ്റെ പോരാട്ട ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വാക്കുകളിൽ സത്യസന്ധത തെളിമയാർന്നു വരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ VS പ്രതിദാനം ചെയ്തിരുന്നത് ആരെ എന്ന സൂക്ഷ്മമായ വർഗബോധം VS കാത്തു സൂക്ഷിച്ചിരുന്നതായി ഈ വരികൾ സ്പഷ്ടമാക്കുന്നു. ആശാവാദങ്ങളിൽ അഭിരമിച്ച് സ്വപ്നാടക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അദ്ദേഹം. വലുതു പ്രതിയാനങ്ങളോട് കടുകിട വിട്ടുവീഴ്ച ചെയ്തിട്ടുമില്ല. അനീതികളെ അദ്ദേഹം തുറന്ന് എതിർത്തു. ചട്ടരൂഢമായ സത്യപ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചും സമരവേദികളെ പുൽകി കട്ടുമുടിച്ചു മതിയായില്ലേ എന്ന എതിരാളികളോട് ചിറുകോട്ടി അഴിമതിക്കെതിരെ വ്യവഹാരിയായി പൊമ്പിളയരുമയോട് ഐക്യദാർഢ്യപ്പെട്ടു. ഇതിൽ മാത്രമല്ല, സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ പിന്തുണച്ചതിലും നിഴലിച്ചത് VSൻ്റെ വർഗബോധമാണ്. പോരാളിയുടെ ജീവിതത്തിന് ഇന്ന് വിരാമമായിരിക്കുകയാണ്. അതുണ്ടാക്കുന്ന ശൂന്യത വലുതാണ്. പൊതുജീവിതത്തിൽ നിന്ന് VS വിട്ടുനിന്ന കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ മലയാളിക്ക് ആ ശൂന്യത ഗാഢമായി അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അദ്ദേഹം സക്രിയനായിരുന്ന കാലത്താണെങ്കിൽ ആശാവർക്കർമാരുടെ സമരത്തെ ഇങ്ങനെ അവഗണിക്കുവാൻ ഇടതുസർക്കാരിന് കഴിയുമായിരുന്നു. ആ സമരത്തിന് പിന്നിൽ വലതുപക്ഷ കുത്തിത്തിരിപ്പാണെന്ന സ്വന്തം പാർട്ടിക്കാരുടെ വാദത്തെ ഒരുപക്ഷെ അദ്ദേഹം പരിഹാസത്തോടെ അഭിഷേകം ചെയ്യുമായിരുന്നു. VS ഉണ്ടായിരുന്നെങ്കിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിക്ക് വേണ്ടി നിലമ്പൂരിലെ ആദിവാസികൾ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന സമരം നാടറിയാതെ പോകുമായിരുന്നു. അങ്ങനെ എത്ര ജനകീയ സമരങ്ങൾക്ക് തൻ്റെ ഇടപെടലിലൂടെ അദ്ദേഹം ശബ്ദവും ഊർജവും നൽകുമായിരുന്നു. ജന്മത്തെ ചൂഷണത്തിനെതിരെ കുട്ടനാട്ടിൽ കർഷക തൊഴിലാളികൾക്കിടയിൽ നടത്തിയ പ്രവർത്തനമാണ് VS അച്യുതാനന്ദനിലെ രാഷ്ട്രീയ പോരാളിയെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടുകൂടിയാകാം ഭൂവിനിയോഗവും പരിസ്ഥിതിയും നാടിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. നെൽപ്പാടം ഇതര കൃഷികൾക്ക് ഉപയോഗിക്കുന്നതിനെതിരെ സമരം നടത്താൻ 1997 അദ്ദേഹം നേതൃത്വം നൽകിയത് അതുകൊണ്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അക്കാലത്ത് അത് വെട്ടിനിരത്തൽ സമരമെന്ന് ആക്ഷേപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഒരു പതിറ്റാണ്ടിനപ്പുറം മുഖ്യമന്ത്രി എന്ന നിലയിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവരുവാൻ VSനെ പ്രേരിപ്പിച്ച ദർശനവും മറ്റൊന്നുമല്ല. പക്ഷേ ഈ നിയമനിർമ്മാണത്തിൻ്റെ സതുദ്ദേശങ്ങളിൽ പിൽക്കാലത്ത് വെള്ളം ചേർക്കപ്പെട്ടു. മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ ദൗത്യത്തിന് VSനെ പ്രേരിപ്പിച്ചതും ഭൂമിയുടെ ന്യായമായ പുനർവിതരണം എന്ന ആശയമാണ്. പക്ഷേ കേരള സമൂഹവും തൻ്റെ പ്രസ്ഥാനവും അതൊക്കെ ശരിയായ അർത്ഥത്തിലാണോ കണ്ടത് എന്ന് സംശയാസ്പദം. പാർട്ടിക്കുള്ളിലെ ബലാബലത്തിൽ ഉപയോഗിക്കാനുള്ള തുറപ്പുചീട്ടുകൾ തേടുകയാണ് അദ്ദേഹമെന്ന ആക്ഷേപങ്ങളുമുണ്ടായി. പക്ഷേ അതൊന്നും കൂസാതെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൻ്റെ ഉറച്ച കാൽവെപ്പുകളോടെ VS മുന്നോട്ട് നീങ്ങി. ആലപ്പുഴ വലിയ ചുടുകാട്ടിലേക്ക് VS അന്ത്യശ്രമത്തിന് നീങ്ങുമ്പോൾ അദ്ദേഹം അവശേഷിപ്പിച്ച ശരികൾ ബാക്കി നിൽക്കുന്നു. അവ ഏറ്റെടുക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം വിമുഖത കാട്ടുകയാണ്. ഈ അവസരത്തിൽ
ആലപ്പുഴ ജില്ലയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പരാജയപ്പെടുത്തുന്നവരുടെ ജില്ലയാണ്. പരാജയം രുചിച്ചറിഞ്ഞവരുടെ ജില്ലയാണ് ആലപ്പുഴയുടെ മണ്ണ്. എങ്കിലും ആ പരാജയമൊക്കെ ഒരു വിജയത്തിൻ്റെ രുചി അറിയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് എന്ന് ഞാനും മനസ്സിലാക്കും. ആലപ്പുഴയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുമ്പോഴും VS ഏറ്റെടുത്ത പോലെ പല സമരങ്ങളിലും നെൽവയൽ നീർത്തട സമരങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഭൂമിയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സമരങ്ങൾ ഏറ്റെടുക്കുമ്പോഴും ഒക്കെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നമ്മോട് സ്വീകരിക്കുന്ന നയങ്ങളും സ്വീകരിക്കുന്ന നടപടികളും കളിയാക്കലുകളുമൊക്കെ അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയ ദീർഘമായ പോരാട്ടത്തെ അവഹേളിക്കുന്നതാണ്. ഇത്തരം അവഹേളനങ്ങളും പരാജയങ്ങളും നേരിട്ട സഖാവ് VS പോലുള്ള ഒരു പ്രതിഭാസം ഈ കേരള മണ്ണിൽ, ഈ ഇന്ത്യയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ എല്ലാം ഒരു അസുലഭ ഭാഗ്യമായി ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും നിരവധി പോരാട്ടങ്ങളും നിരവധി പരാജയങ്ങളും നേരിട്ട ഈ മണ്ണ് ഇനിയും കൂടുതൽ ഉയർത്തപ്പെടേണ്ടതുണ്ട്, വിജയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആലപ്പുഴയുടെ മണ്ണും കേരളത്തിൻ്റെ മണ്ണും നമ്മുടെ എല്ലാം വിജയത്തിൻ്റെ കൊടി വീണ്ടും ഉയർത്തിപ്പറപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ പൂർവികരുടെ വിജയത്തിൻ്റെ ഒരു സമത്വത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ഒരു സുവർണ നിമിഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിന് നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ. ഈ VS പ്രതിഭാസത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കേരളത്തിൻ്റെ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നതിനും കൂടുതൽ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം.